റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെയും ഗുരുതര പരിക്കേറ്റ ജീവിതം പ്രയാസത്തിലായവരെയും ഓർമ്മിക്കപ്പെടാനുള്ള ദിവസമായ വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് സേഫ്റ്റി വിക്ടിംസിന്റെ ഭാഗമായി വടകര റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മേമുണ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി വടകര RTO രാജേഷ് P ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാഹനം ഓടിക്കുന്ന നമ്മളെല്ലാവരും ഓഫൻസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? നിരവധി ഓഫൻസുകൾ ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓഫൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യത്തിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലേ? നമ്മൾ കേരളത്തിലെ ഡ്രൈവർമാരാണ് വളവിൽ ഓവർടേക്ക് ചെയ്യുന്നത്. നമ്മൾ എയർഹോൺ അടിക്കും. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്? നിങ്ങളെല്ലാം ലേണേഴ്സൊക്കെ എടുത്ത് നല്ല അറിവുള്ള കുട്ടികളാണ് ഇപ്പോൾ അല്ലേ? ഇപ്പോൾ ലേണേഴ്സ് പാസ്സാവണമെങ്കിൽ 30-ൽ 18 മാർക്ക് വേണം അല്ലേ? 18 മാർക്ക് വേണം. ഞങ്ങളൊക്കെ പാസ്സാകുമ്പോൾ 20-ൽ 12 മാർക്കേ വേണ്ടു. അപ്പോൾ എല്ലാ ലേണേഴ്സൊക്കെ പഠിച്ച് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്തുകൊണ്ടാണ്? എനിബഡി? ആരുമില്ലേ? ഇത്രയും അറിവുള്ള നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? എന്താണ് എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്? പല കാരണങ്ങളുണ്ടാവുക അല്ലേ? ഓവർ സ്പീഡ്, മറ്റേ ഇതെല്ലാം ഉണ്ട്. ശീലങ്ങളാണ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ശീലമാണ്. നമ്മൾ ശീലിക്കണം. മനസ്സിലായോ? എന്താ നമ്മൾ ശീലിക്കേണ്ടത്? നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ, ഒരു വാഹനം ട്രാക്കിലേക്ക് ഓടിക്കുമ്പോൾ, ഒരു വാഹനം നിർത്തുമ്പോൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഒരു വാഹനം എടുക്കുമ്പോൾ ഡോറുകൾ അടഞ്ഞിരിക്കണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇടണം, ഡ്രൈവിംഗ് ലൈസൻസ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. എങ്ങനെയായാലും മതി. നിങ്ങൾ ലൈസൻസ് ഒറിജിനൽ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വെക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, സിസ്റ്റത്തിൽ വെക്കാം, ഒന്നും പ്രശ്നമൊന്നുമില്ല, ഉണ്ടാവണം. വാഹനം എടുക്കുമ്പോൾ പലപ്പോഴും വാഹനം എടുക്കുമ്പോൾ പല ആളുകളും ഈവൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ബസ് ഡ്രൈവേഴ്സ് അടക്കം റൈറ്റിലേക്ക് എടുക്കുക. നിങ്ങൾ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ പതുക്കെ റോഡിലേക്ക് കയറണം. എടുക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ നോക്കേണ്ടത്? വാഹനം എടുക്കുമ്പോൾ നോക്കേണ്ടതെന്നാ മിറർ നോക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ മിറർ നോക്കിയില്ല, അപ്പോൾ ഫെയിലാ. സീറ്റ് ബെൽറ്റ് ഇല്ല, അപ്പോൾ ഫെയിലാ. എൻ്റെ അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾ അവിടെ ഫെയിലായി. എന്തുകൊണ്ടാണ്? ഹാൻഡ് ബ്രേക്ക് ഓഫാകാതെ എടുത്തു, അപ്പോൾ ഫെയിൽ ചെയ്തു. പിന്നെ അങ്ങോട്ട് ഓടിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ അത് ശീലമാണ്, ശീലിക്കണം. വാഹനം എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഇൻഷുറൻസ് ഇല്ലാതെ എത്രയോ വലിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഞങ്ങൾ AMBS പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, സാറേ ഇൻഷുറൻസ് എടുത്തില്ല, മറന്നുപോയി എന്താ കുഴപ്പം? ഇൻഷുറൻസ് പുതുക്കിയില്ല, മറന്നുപോയി. എന്താ പ്രശ്നം? നിങ്ങൾ വണ്ടി ആക്സിഡൻ്റായി, ഒരാൾ മരിച്ചത് വിചാരിക്കുക, മരിക്കാൻ പാടില്ല, മരിച്ചത് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ഇൻഷുറൻസ് ആകെ 5000-10000 ഉണ്ടാവുള്ളൂ. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫാമിലിക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണെന്നറിയോ? എത്രയാ? 1 കോടി 2 കോടിയൊക്കെ MACT വിധിക്കുക. റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൗനം ആചരിച്ചാണ് പരിപാടി തുടങ്ങിയത്. ശേഷം റോഡ് അപകട ഇരകളുടെ ഓർമ്മയ്ക്കായി എല്ലാവരും മെഴുകുതിരികൾ തെളിയിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർ റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന പ്രതിജ്ഞയെടുത്തു. ചടങ്ങിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോജു KP സ്വാഗതം പറഞ്ഞു. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സജീഷ് PK അധ്യക്ഷനായി. റോഡ് അപകടത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട മേമുണ്ട സ്വദേശിനി നന്ദന തന്റെ അനുഭവം പങ്കുവച്ചപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ആഗസ്റ്റ് 11-നായിരുന്നു അത്. അപ്പം ഞാൻ അച്ഛൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് നോക്കി നിൽക്കേണ്ടി വരുമെന്നറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ എന്നെ മാറ്റിയോട് എനിക്ക് ആശയിലായിരുന്നു. അച്ഛൻ 2 മാസത്തോളം വീണ്ടും ഞങ്ങൾ ആശയിലുണ്ടായിരുന്നു.
ആശയിൽ നിന്നപ്പോഴാണ് ഡോക്ടർമാരൊക്കെ നല്ല പരിചയമാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, മോളെ അച്ഛൻ ഗ്യാസ്മിങ് സ്റ്റേജിലാണ് ഉള്ളത്, നിനക്കറിയാലോ, നിന്നോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല. സത്യം പറഞ്ഞാൽ നേരിട്ട് എന്നോട് പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന്. ഞാനും എൻ്റെ ഏട്ടൻ വർക്കിന് പോയ സമയമായിരുന്നു. ഏട്ടൻ രാവിലെ പോകും, കണ്ണൂരായിരുന്നു വർക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നോട് അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയതേ ഇല്ല. ഒക്കെ എല്ലാവരും കൂടെ മാറ്റി നിർത്തി. തിരിച്ച് വന്നപ്പോൾ എനിക്കൊന്ന് സത്യം പറയാൻ പറ്റുന്നില്ല. അന്ന് ആഗസ്റ്റ് 11 അച്ഛൻ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളേനും. നന്ദനയുടെ അനുഭവം മാത്രം മതി, നമ്മൾ കൂടുതൽ അപകടത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ശരിക്കും കണ്ണ് നനയിക്കുന്ന, കണ്ണ് നിറഞ്ഞ ആ വേദനാജനകമായ അനുഭവങ്ങൾ പലപ്പോഴും ഈ അനുഭവ വിവരണം നമ്മളെ ജീവിതത്തിൽ ഒരു പാഠമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സരാജ് TP ചടങ്ങിൽ നന്ദി പറഞ്ഞു. ശേഷം റെഡ് ക്രോസ് സൊസൈറ്റി ഡിസ്ട്രിക്ട് ട്രഷററും താലൂക്ക് വൈസ് ചെയർമാനുമായ രഞ്ജീവ് കുറുപ്പ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നയിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റേ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.